കണ്ണം ഓർക്കുന്നു. എല്ലാവരും പ്ലാറ്റ്ഫോമിലേക്ക് വന്നാട്ട് നമുക്ക് മുഖം കണ്ട് തമ്മിൽ തമ്മിൽ സംസാരിക്കാം, ദൈവവചനം കേൾക്കാം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ മുഖം അന്യോന്യം കാണും. അതുകൊണ്ട് ആരും മറിഞ്ഞിരിക്കാതെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരിക. ഞാനിപ്പോൾ തിയോളജിക്കൽ കോളേജിലെ ഒരു ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞ് 1 മിനിറ്റ് ആയുള്ളൂ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ ഇടയായി. ആഴ്ചയിൽ 16 സ്ഥലങ്ങളിൽ ഞാൻ ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഒരാഴ്ചയിൽ. അതുപോലെ തന്നെ ഒരു ബൈബിൾ സ്കൂള് നടത്തുന്നുണ്ട്. ഇതെല്ലാം ദൈവം അനുഗ്രഹമായി നടത്താൻ ദൈവം ഇടയായിക്കൊണ്ടിരിക്കുന്നു. 56 വർഷത്തോളം അതേ ഒരിടയനായി സഭയുടെ പാസ്റ്ററായിരിക്കാൻ ദൈവം സഹായിച്ചു. 9 ചർച്ചകളിൽ ഇരുന്നു. ഞാൻ ബോംബെയിൽ 7 വർഷം സൂക്ഷിക്കുമ്പോൾ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ MJ എബ്രഹാം എൻ്റെ സഭയിലെ ഒരംഗമായിരുന്നു, ഒരു വിശ്വസ്തനായിരുന്നു. അവിടെയുള്ള ചാലുകളിലൊക്കെ ഞങ്ങൾ പോയി സുവിശേഷം പറഞ്ഞതൊക്കെ ഓർക്കുന്നു. ബോംബെയിലെ ജീവിതം അറിയാമല്ലോ, ചെറിയ ഇടുക്ക് റൂമിൽ ഒക്കെ താമസിച്ചുകൊണ്ടുള്ള ആൾക്കാരുടെ താമസവും അവരുടെ രീതികളും വളരെ വിഷമകരമായ നിലയിൽ അതേ വിശ്വസ്തയോടെ അന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുകയും അനേകരെ പഠിപ്പിക്കാൻ തൊക്കെ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അവരെല്ലാം പലരും ഇന്ന് സുവിശേഷ വേളയിലാണ്. അതിലൊരു വ്യക്തിയാണ് പാസ്റ്റർ MJ എബ്രഹാം. അദ്ദേഹത്തെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. അദ്ദേഹത്തെ ഒരിക്കലും എനിക്ക് മറക്കാൻ തൊക്കെ സാധിക്കത്തില്ല. ദൈവം തന്റെ കരങ്ങളെടുത്ത് വീണ്ടും ഉപയോഗിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ആ ക്രൂശിനെ കുറിച്ച്. ഇന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു ദിവസമായി കൊണ്ടാടുന്ന ദിവസമാണല്ലോ. നമുക്ക് ആദ്യമായി ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 18-ാമത്തെ വാക്യവും അതിനുശേഷം 22-ഉം 23-ഉം വാക്യങ്ങൾ ന്യൂയോർക്കിൽ നിന്ന് വന്നിരിക്കുന്ന മേരിക്കുട്ടി വായിച്ചു സഹായിക്കും. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. 22-ഉം 23-ഉം യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലേക്ക് കടന്നു ചെന്ന സന്ദർഭത്തിൽ താനൊരു തീരുമാനമെടുത്താണ് കടന്നു ചെന്നത്. ക്രൂശിന്റെ വചനം ഒഴിച്ച് വേറൊന്നും ഇനി ഞാൻ സംസാരിക്കത്തില്ല. കാരണം താൻ അരോപയ കുന്നിന്മേൽ ചെന്ന സന്ദർഭത്തിൽ അത് യവനക്കാർ, അവരുടെ ഗ്രീക്കരുടെ സംസ്കാരം അനുസരിച്ച് താൻ അവരോട് ഇടപെടുവാനും യേശു ക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടുവാനിടയായി. അവിടെ അനേക വിഗ്രഹങ്ങളെ അപ്പോസ്തലനായ പൗലോസ് കാണുകയുണ്ടായി. എല്ലാ വിഗ്രഹങ്ങൾക്കും പേരുണ്ട്. അപ്പം ആ പേരുകളൊക്കെ പഠിക്കാൻ തക്കണം വലിയ ബുദ്ധിമുട്ടാണ്. പൗലോസ് ആ പേരുകളെല്ലാം വായിച്ചു നോക്കി. അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴാണ് ഒരു ദേവന് പേരില്ല. പേര് അനേക ദേവന്മാർക്ക് പേര് കൊടുത്തു, ഒരു ദേവന് പേര് കൊടുക്കാനില്ല. ആ പേരെഴുതി വെച്ചിരിക്കുന്ന അജ്ഞാത ദേവന്മാർ. അത് കണ്ടുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഒരു അജ്ഞാത ദേവനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അവരുടെ സംസ്കാരം അനുസരിച്ച് പൗലോസ് അവരോട് സംസാരിപ്പാൻ തക്കവണ്ണമിടയായി. ആ അജ്ഞാത ദേവൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. ആ യേശുവിനെ കുറിച്ചൊരു വലിയ പ്രസംഗം ചെയ്തു. എന്നാൽ താൻ വിചാരിച്ചതുപോലെ അവിടെ വലിയൊരു പ്രവർത്തനം ഉണ്ടായില്ല. താൻ വിചാരിച്ചതുപോലെ അനേകർ കർത്താവിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. ആ നിലയിൽ ആരും കടന്നു വന്നില്ല. എന്നാൽ അതിനുശേഷം താൻ കൊരിന്തിലേക്ക് കടന്നു എന്ന സന്ദർഭത്തിൽ അവരോട് പറഞ്ഞതായ ഒരു വാചകമാണ്, ഇനി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രമേ ഞാൻ പ്രസംഗിക്കത്തുള്ളൂ. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രമേ പറയാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമായിരിക്കുന്നു. ഗലാത്യർ ലേഖനം 6-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനുമായി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ക്രൂശിനെ പ്രശംസിക്കുന്നത്? ആ കുറേനക്കാരനായ ശീമോൻ ചോദിച്ചാൽ കുറേനക്കാരനായ ശീമോൻ പറയും, ഒരു പകല് മുഴുവൻ കൃഷിസ്ഥലത്ത് അധ്വാനിച്ച് എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്ന് ലഭിച്ച കൂലി കൊണ്ട് ഭക്ഷണവും വാങ്ങിക്കൊണ്ട് കാത്തിരിക്കുന്ന ഒരു കുടുംബം അവിടെയുണ്ട്. അവരുടെ എത്രയും വേഗം അവിടെ കൊണ്ടുചെല്ലണം. അതുകൊണ്ട് താൻ എത്രയും വേഗം ക്ഷീണിച്ച് അലിഞ്ഞു വരുന്ന സന്ദർഭത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൻ ചുമന്നുകൊണ്ട് ഗോൽഗോഥാ കുന്നിലേക്ക് പോകുന്നത്. അവനെ ആ ക്രൂശിന്റെ അറ്റം ചുമപ്പാൻ തക്കവണ്ണം നിർബന്ധിച്ചു എന്നാണ്. അവനെ ഓടിപ്പോകാമായിരുന്നു. കാരണം എന്നെ കാത്തിരിക്കുന്ന എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ അവർക്ക് ഇന്ന് ആഹാരം കൊണ്ടുവന്ന് ചെന്നെങ്കിൽ മാത്രമേ അവർക്ക് കഴിക്കാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ. എന്നാൽ ആ നിർബന്ധം റോമൻ പടയാളികൾ അവനെ നിർബന്ധിച്ചപ്പോൾ ആ കുറേനക്കാരനായ ശീമോൻ ആ ക്രൂശിന്റെ അറ്റം ചുമപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ ക്രൂശിന്റെ അറ്റം ചുമന്നതുകൊണ്ട് വായിൽ നിന്ന് ക്ഷീണിച്ചു വരുന്ന
കുറേനക്കാരനായ ശിമോൻ എന്നാണ് ഒരു ആഫ്രിക്കക്കാരൻ. അവൻ ക്രൂശിന്റെ അറ്റം ചുമന്നതിനാൽ ദൈവം അവനെയും അവന്റെ തലമുറയും അനുഗ്രഹിപ്പാൻ തക്ക ഇടയായി തീർന്നു. നമ്മൾ റോമാലേഖനം 16-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവിൽ പ്രസിദ്ധനായ റൂഫസ് എന്ന് നമ്മൾ വായിക്കുന്നില്ലേ? അത് ഈ കുറേനക്കാരനായ ശിമോന്റെ മകനാണ്. അതേ, അവൻ കർത്താവിൽ പ്രസിദ്ധനായി തീർന്നു. അത് റോമാലേഖനം 16-ാം അധ്യായത്തിൽ വായിക്കുന്നു. കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസ് നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. പൗലോസ് റോമർക്ക് വന്ദനം ചെല്ലുന്ന കൂട്ടത്തിൽ ഈ റൂഫോസിനെയും വിട്ടില്ല. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പൈതലെ, നമ്മൾ ഈ ക്രൂശിന്റെ അറ്റം ഒന്ന് ചുമന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കാതെ ദൈവം പോയിട്ടില്ല. ഇന്ന് രാത്രികാലം ഈ ക്രൂശിന്റെ അറ്റം ചുമന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക്, ഈ ദൈവകൃപയിലേക്ക് കടന്നു വരുവാൻ തക്ക ഇടയായി തീർന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ലോകത്തിലുള്ള സകല ദേവാലയങ്ങളിലും ഈ ക്രൂശിന്റെ വചനം ഘോഷിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ കടന്ന് 7 മൊഴികൾ ചൊല്ലിയതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അതേ, ഒരു വെള്ളിയാഴ്ച വെളുപ്പിന് തൊട്ട് അതേ ശരീരത്തിൽ അടിയും ഇടിയും, ഒന്ന് പറയാൻ 39 അടി, യാതൊരു ദാക്ഷിണ്യം കാണിക്കാതെ അടിച്ച ആ അടി എല്ലാം കൊണ്ട് തന്റെ ശരീരത്തോടെ രക്തം ധാരധാരയായി ഒഴുകി ക്രൂശിൽ ചുമന്നുകൊണ്ട് പോയപ്പോഴാണ് കുറേനക്കാരനായ ശിമോൻ കടന്നു വന്നത്. യേശു തളർന്നു എഴുന്നേക്കാൻ വയ്യാത്ത നിലയിൽ പോകുന്ന ആ യാത്ര, അവിടെ ചെന്ന് തന്നെ ക്രൂശിന്മേൽ കടത്തി 3 ആണികൾ അടിച്ചു. എന്നിട്ട് ആ ക്രൂശ് എടുത്ത് ആ കുഴിയിലേക്ക് ഇടുന്ന വേളയിൽ തന്റെ ശരീരം ഒലഞ്ഞു എന്നാണ് വായിക്കുന്നത്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരുവൻ യേശുവിന്റെ ക്രൂശനീകരണം അഭിനയിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം കർത്താവ് ക്രൂശ് ചുമന്നുപോലെ തന്നെ അതുപോലെ തന്നെ അദ്ദേഹം ചുമന്നു. ആ അടി അതുപോലെ കൊള്ളുവാൻ തക്കൊന്നും മറ്റ് ക്രമീകരണങ്ങളൊക്കെ ചെയ്താണ് അടി കൊണ്ടത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ അടി കൊണ്ട ആ അടി എത്ര ഭയങ്കരമായിരിക്കും. അതേ, ഈ വ്യക്തിയെ ആ ഗോൽഗോത്ത കുന്നിൽ അതുപോലെ ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയി ആണി തറച്ച് ഈ ക്രൂശ് എടുത്ത് അങ്ങോട്ട് ഇട്ടപ്പോൾ തന്റെ ശരീരത്തിന്റെ ബന്ധം വിട്ടുപോയെന്നാണ് വായിക്കുന്നത്. ആ സിനിമ അവിടെ കൊണ്ട് അന്നേരം നിർത്തി. 89 മാസം താൻ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അത് കഴിഞ്ഞാണ് വീണ്ടും ആ സിനിമ തുടങ്ങിയത്. ആ സിനിമ പൂർത്തീകരിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, അഭിനയിച്ച വ്യക്തി ആ ക്രൂശോടെ എടുത്ത് കുഴിയിലേക്ക് ഇട്ട വേളയിൽ പല ക്രമീകരണം അദ്ദേഹത്തിന് പ്രകടമേൽക്കാത്ത നിലയിൽ ചെയ്യാനാണ് അവർ ക്രമീകരിച്ചത്. എന്നാൽ ഇതങ്ങോട്ട് ഇട്ട വേളയിൽ തന്റെ ശരീരത്തിന്റെ ബന്ധം, അവയവങ്ങൾ തമ്മിൽ ബന്ധം വിട്ടുപോയി. 89 മാസം ഹോസ്പിറ്റലിൽ കിടന്ന് സൗഖ്യം പ്രാപിച്ചതിന് ശേഷമാണ് ബാക്കി ഭാഗം അഭിനയിക്കാൻ ഇടയായത്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അപ്രകാരമുള്ള വേദനകൾ സഹിച്ച ഒരു യേശുവിനെയാണ് കാണുന്നത്. എന്നാൽ ആ വേദന സഹിക്കുമ്പോഴും താൻ പറയേണ്ടതെല്ലാം പറഞ്ഞു. താന് ഒന്നും മറന്നു പോയിട്ടില്ല. 7 മൊഴികൾ നിങ്ങൾ എല്ലാവരും പ്രസംഗിക്കുന്ന വിഷയമാണ്. എന്നാൽ ഇന്ന് രാത്രി എടുത്ത വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത് പറഞ്ഞ മൊഴി നമ്മളിങ്ങനെ നമുക്കറിയാം, പിതാവേ ഇവർ ചെയ്യുന്ന ഇന്നെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. വേദപണ്ഡിതന്മാർ പറയുന്നത് യേശു ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു എന്നാണ്. വഴിയെ പോകുന്നവർ തല കുലുക്കി കളിയാക്കുക, മന്ദിരം പൊളിച്ചു പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കാം, ഞങ്ങളെയും രക്ഷിക്കാം. യേശു ഒരിക്കലും ഞാൻ മന്ദിരം പൊളിച്ചിട്ട് പണിയാമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ അതിനെ 3 ദിവസം കൊണ്ട് പണിയാമെന്ന് പറഞ്ഞത്. പറയാത്ത കാര്യങ്ങളാണ് ഇവർ പറഞ്ഞ് പരിഹസിക്കുന്നത്. നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ അതിനെ 3 ദിവസം കൊണ്ട് പണിയാം. കാര്യമറിയാതെ സംസാരിക്കുന്നവര് തല കുലുക്കി കളിയാക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കാര്യമറിയാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതേ, ഗൾഫിൽ നിന്ന് ഒരു മകൻ അമ്മച്ചിക്ക്, അധികം പഠിപ്പില്ലാത്ത ഒരു അമ്മച്ചിക്ക് ഒരു എഴുത്തെഴുതി, അടുത്ത മാസം മുതൽ എന്റെ പേ കൂടുമെന്ന് പറഞ്ഞു. അമ്മച്ചി ആകെപ്പാടെ വിഷമിച്ചു പോയി. അമ്മച്ചി വിചാരിച്ചത് മകനെ പേപ്പെട്ടി അടിച്ചു, അവനെ പേ വർദ്ധിക്കുന്നു വിചാരിച്ചു ഭയങ്കര കൂട്ട നിലവിളിയായി. ആൾക്കാരെല്ലാം കൂടി വന്ന് അമ്മച്ചിയെ കാര്യം പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ശമ്പളം കൂട്ടുന്ന കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് അമ്മച്ചിക്ക് ആശ്വാസം വന്നത്. കാര്യമറിയാതെ നിലവിളിക്കുക, കാര്യമറിയാതെ സംസാരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്ലാറ്റ്ഫോമിൽ പറയുകയുണ്ടായി, ഇടുക്കിയിലെ വിധവമാരുടെ ഒരു യോഗം നടന്ന സന്ദർഭത്തിൽ അനേക വിധവന്മാര് ആ യോഗത്തിന് വന്ന് സംബന്ധിപ്പാൻ തക്കണ്ടായി. അതേ, പാസ്റ്റർക്ക് വലിയ സന്തോഷം. വിധവമാർക്ക് അവരെ ഗിഫ്റ്റ് കൊടുക്കാൻ സഹായിക്കാൻ തക്കണം ആഗ്രഹിച്ചു. അതിന്റെ എല്ലാ ക്രമീകരണവും ചെയ്തിരിക്കുകയാണ്. ഇടുക്കിയിൽ നടന്ന സംഭവമാണ്. ഈ ദൈവത്തിന്റെ ദാസന് വലിയ പഠിപ്പൊന്നുമില്ല. ഇത്രയും വിധവന്മാരെ കണ്ടപ്പോൾ തനിക്ക് വലിയ സന്തോഷമായി. അവർക്കെല്ലാം ഓരോ ഗിഫ്റ്റ് കൊടുത്തു.
എന്നിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ നേരത്ത് താൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: കർത്താവേ, ഇത്രയും വിധവമാരെ ഞങ്ങളുടെ മധ്യേ കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അടുത്ത വർഷം ഇതുപോലൊരു വിധവമാരുടെ യോഗം നടക്കുമ്പോൾ ഇതിന്റെ 3 ഇരട്ടി വിധവമാർ വരാൻ ഇടയാക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. കാര്യം അറിയാതെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ട്, കാര്യം അറിയാതെ നിലവിളിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ എല്ലാ വിശുദ്ധിക്കും കടക്കുന്നില്ല. എന്നാൽ ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വേദന അനുഭവിക്കുമ്പോൾ താൻ പറയുകയാണ്, ഇവർ പരിഹസിക്കുമ്പോൾ, പിതാവേ, ഇവർ ചെയ്യുന്ന ഇന്നെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. രണ്ടാമത് പറഞ്ഞ മൊഴിയാണ് ക്രൂശിൽ കിടന്ന കള്ളൻ. അദ്ദേഹം, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. എങ്ങനെയാണ് യേശു രാജ്യത്വം പ്രാപിച്ചു വരുമെന്ന് ഇവന് മനസ്സിലായത്? അവൻ ചെരിഞ്ഞ് കടന്നുകൊണ്ട് ക്രൂശിന്റെ മുകളിലേക്കൊന്ന് നോക്കി. അവിടെ എഴുതി വെച്ചിരിക്കുന്നു INRI, അത് റോമ, യവനായ, അതേ മുതലായ സുറിയാനി, ഈ 3 ഭാഷകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം നസറേനാകുന്ന യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവൻ ഈ ട്രാക്ട് കണ്ടു. അവൻ ചിന്തിച്ചു, ഇപ്പോൾ യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവാണോ? അല്ല. അവൻ വിശ്വസിച്ചു, താമസിയാതെ അവൻ യഹൂദന്മാരുടെ രാജാവായി വരും. അതാണ് തന്നെ, ആ ട്രാക്റ്റാണ് തന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കാനിടയായത്. തന്റെ ജീവൻ പോകാൻ പോവുകയാണ്, കുറെ കഴിയുമ്പോൾ താൻ മരിക്കും. അതിനു മുൻപ് താൻ പറഞ്ഞു, നസറേനാകുന്ന യേശുവേ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. ആ എഴുത്ത് അവിടുന്ന് മാറ്റാൻ തക്കണം പീലാത്തോസിന്റെ അരിക്കൽ ആൾക്കാർ കടന്നു ചെന്നു. പീലാത്തോസിന്റെ പറഞ്ഞു, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. നസറേനാകുന്ന യേശു യഹൂദന്മാരുടെ രാജാവ് എന്നുള്ളത് അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. അവൻ രാജാവാണെന്ന് പറഞ്ഞു പോലും എന്നെഴുതണം, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം. യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവോ ഒന്ന് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം. ഈ എഴുത്ത് മാറ്റണമെന്ന് പറഞ്ഞു. പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എനിക്കിത് മാറ്റാൻ ഒക്കത്തില്ല. സ്വർഗത്തിലെ ദൈവം എഴുതിയത് ഞാൻ ഇവിടെയും എഴുതി, അവൻ യഹൂദന്മാരുടെ രാജാവെന്ന്. ആ എഴുത്ത് ചില സമയത്ത് പീലാത്തോസ് കാര്യം ഓരോന്നും അവസരം പോലെ വാക്ക് മാറ്റുന്ന വ്യക്തിയാണെങ്കിലും ഈ സമയത്ത് താൻ തന്റെ അടുത്തോടെ പറഞ്ഞു, മാറ്റത്തില്ല, അവിടെ സ്വർഗത്തിൽ എഴുതിയത് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. നമ്മൾ എല്ലാവരും പറഞ്ഞാൽ എന്റെ കാര്യത്തിന്റെ വലിയ ആവശ്യതയില്ല, ഞാൻ തളർന്നു കിടക്കുക, പിന്നെ എങ്ങനെ നിന്റെ കാര്യം ഓർക്കുന്നത്? യേശു ഉടനെ ഉത്തരം കൊടുത്തു, ഇന്ന് നീ എന്നോടുള്ള പ്രതിസഹിപ്പിക്കും. യേശുവിന്റെ ആ സംസാരത്തിന് എന്തെങ്കിലും ഒരു അവസ്ഥ കാണുന്നുണ്ടോ? തന്റെ അടുത്തോടെ, ധൈര്യത്തോടെ, ആരോഗ്യത്തോടെ, ഇത്രയും അടിയും ചതയും എല്ലാം കൊണ്ട കർത്താവ്, നീ ഇന്ന് എന്നോടുള്ള പ്രതിസഹിക്കും. മൂന്നാമത് നോക്കിയപ്പോൾ യേശുവിന്റെ അമ്മ ക്രൂശിന്റെ ചോട്ട് വന്നിരിക്കുന്നു. യോഹന്നാൻ, യേശു സ്നേഹിച്ച യോഹന്നാൻ വന്നിരിക്കുന്നു. യേശു അമ്മയെ നോക്കിയിട്ട് പറഞ്ഞു, സ്ത്രീയെ, അമ്മയെ നല്ല വിളിച്ച സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. അതാണ് മൂന്നാമത്തെ മൊഴി. താൻ മരിക്കാൻ നേരത്ത് തന്റെ അമ്മയുടെ കാര്യം മറന്നില്ല. ഇന്ന് മാതാപിതാക്കളെ നേഴ്സിംഗ് ഹോമിൽ വിടുന്നു വരും. മാതാപിതാക്കൾക്ക് പച്ചവെള്ളം കൊടുക്കാത്തവരുമായ അനേക പെന്തക്കോസ്തുകാരെ എനിക്കറിയാം. മാതാപിതാക്കൾ ഈ അറ്റാൻഡയിൽ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ചിലർ വളരെ കാര്യമായി അവരെ നോക്കാറുണ്ട്, കൊച്ചുപിള്ളേരെ നോക്കുന്ന പോലെ നോക്കുന്ന പ്രിയപ്പെട്ടവരുമുണ്ട്. എന്നാൽ പുച്ഛത്തോടെ വീക്ഷിക്കുന്നവരും അവർ ചുമയ്ക്കുമ്പോൾ അവരെ കുറ്റം പറയുന്നവരും ഒക്കെ ഉണ്ട്. നീയും ഇതുപോലെ ആകുന്ന ഒരു സന്ദർഭമുണ്ടെന്ന് ഓർത്തു കൊല്ലണം. കഴിഞ്ഞ ദിവസം നേഴ്സിംഗ് ഹോമിൽ ഒരു മാതാവിനെ കൊണ്ട് അപ്പനും അമ്മയും കൊണ്ട് ആക്കി. അപ്പനും അമ്മയും ആക്കി കഴിഞ്ഞപ്പോൾ ആ ഭാര്യ വലിയ പോരാട്ടമായിരുന്നു. അവരുടെ നിർബന്ധം കൊണ്ടാണ് കൊണ്ടാക്കിയത്. നടന്ന സംഭവമാണ്. ഇവരെ അമ്മയെ കാണാൻ ചില ആഴ്ചകൾ കഴിഞ്ഞ് ചെന്നപ്പോൾ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മച്ചിക്ക് എന്നാ വേണം, എന്തോ വേണം, അതേ ബോണ്ട വേണോ, അതുപോലെ ബിരിയാണി വേണോ? ആ മരുമകൾ എന്തോ ഒരു അന്വേഷണമാണെന്നറിയാമോ? ആ മകന്റെ ആ നിപ്പൊക്കെ കണ്ടപ്പം ഈ അമ്മ പറഞ്ഞു, മോനെ, എനിക്കൊരു കാര്യം ചെയ്തു തരണം. ഇവിടെ ഈ പാൻ ഉണ്ടല്ലോ, കറങ്ങുന്നില്ല, മോളിൽ കാണുന്ന പാന്. മാൻ പറഞ്ഞു, അമ്മ ഇപ്പം തന്നെ ഞാൻ പാൻ മേടിച്ചോണ്ടിരാം, അവളൊന്നും ഒരുങ്ങി. വേണ്ട മോനെ, ഇപ്പം വേണ്ട, കുറെ കഴിയുമ്പോൾ നീയും ഇവിടേക്ക് വരുമല്ലോ, അന്നേരത്തേക്ക് ഒരു പാൻ മേടിച്ചാൽ മതി. ആ മകന്റെ ഉള്ളം തകർന്ന് ഈ അമ്മയും കൊണ്ട് വീട്ടിൽ പോയെന്നാണ് ഞാൻ ആ ലേഖനത്തിൽ വായിച്ചത്. ഇന്ന് രാത്രികാലം യേശു തന്റെ മാതാവിനെ മറന്നില്ല. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. ആ നാഴിക മുതൽ യോഹന്നാൻ അവളെ ചേർത്തുകൊണ്ടു. 6-ാം മണിനേരം മുതൽ 9-ാം മണിനേരം വരെ ദേശത്തെല്ലാം വലിയ കൂരിട്ടുണ്ടായി. ആ സമയത്ത് ആ കൂരിട്ട് കേൾക്കുന്ന ശബ്ദം എന്താണെന്നറിയാമോ? 4-ാമത്തെ മൊഴി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതുണ്ട്. ക്രൂശിന്റെ മൊഴികളെ 3 ഭാഗമായി തിരിക്കാം. 6-ാം മണിനേരം മുതൽ 9-ാം മണിനേരം വരെ കൂരിട്ടുണ്ടായി. ക്രൂശിന് മുമ്പ് പറഞ്ഞ 3 മൊഴികൾ.
ഒന്ന്, പിതാവേ ക്ഷമിക്കണമേ. 2, ഇന്ന് നീ എന്നോട് പർദീസയിരിക്കും. 3, സ്ത്രീയെ ഇതാ നിന്റെ മകൻ, യോഹന്നാൻ ഇതാ നിന്റെ അമ്മ. 4-ാമത്തെ മൊഴിയാണ്, ക്രൂശിന് ശേഷം പറഞ്ഞ മൊഴിയാണ്, എനിക്ക് ദാഹിക്കുന്നു. ആ ഇരുട്ടിൽ എന്തൊക്കെയാ സംഭവിച്ചെന്നുള്ളത് അറിഞ്ഞുകൂടാ. ഞാൻ എന്റെ 15 ദിവസത്തെ പ്രസംഗമാണ് ഈ ക്രൂസ് ബൈബിൾ ക്ലാസ് ആണ്, ക്രൂസിലെ മൊഴികൾ എന്നുള്ളത്. ഇന്നും ഞാനത് പ്രസംഗിക്കുമ്പോൾ പുതിയ പുതിയ ആശയങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകമേ, പിതാവായ ദൈവം പുത്രനോട് ഇടപെടുന്ന ഏതൻ പർദീസയിലുള്ള വാളുണ്ടല്ലോ, യേശുവിന്റെ മേൽ വീഴുകയാണ്. വാളെ ഉണരുക, എന്റെ കൂട്ടാളിയായി ഇടേന്റെ നേരെ വെട്ടുക. ആ വാള് വീഴുന്ന സമയം ലോകമേ നിങ്ങൾ കാണണ്ട ആ ഇരുട്ടിൽ കേൾക്കുന്ന ശബ്ദം, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത്. ആ ഇരുട്ടിൽ നിന്ന് വെളി വന്നപ്പോൾ യേശു ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. 6-ാമത് പറഞ്ഞ മൊഴി, സകലതും നിവൃത്തിയായി, സകലതും നിവൃത്തിയായി. ഇനി ചെയ്യാത്ത കൊണ്ട് ഒന്നുമില്ല. പിതാവേ, നീ എന്നെ അയച്ചതെല്ലാം ഞാൻ നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നു, സകലതും നിവൃത്തിയായി. 7-ാമത് പറഞ്ഞ മൊഴി, പിതാവേ, എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിങ്ങൾ ആ പാദം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെ മരിക്കാൻ പോകുന്ന ആർക്കറിയാം? നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ച സന്ദർഭത്തിൽ അയ്യോ വയ്യായേ, അയ്യോ എനിക്കത് വേണേ, ഇത് വേണേ എന്നെല്ലാം പറഞ്ഞ് നിലവിളിച്ചല്ലേ മരിക്കുന്നത്. ഏതെല്ലാം നിലയിൽ ത്യാഗിയാണ് ചിലപ്പോൾ മരിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു മരിക്കുന്ന സമയത്ത് പറയാണ്, പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു തന്നെ ആത്മാവിനെ പിതാവായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എടുത്തു കൊടുത്താണ് എത്ര ആരോഗ്യവാനായി താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ആരോഗ്യത്തോടും ബോധമുള്ളവനുമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞ് ആത്മാവിനെ എടുത്തു കൊടുക്കുകയായിരുന്നു. ഇതാണ് ക്രൂശിലെ മൊഴി. ഇവിടെ നമ്മൾ വായിക്കുന്ന വചനം, ക്രൂശിന്റെ വചനം, നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. അതിന്റെ 22ഉം 23ഉം വാക്യങ്ങൾ വായിച്ചു മേരിക്കുട്ടി. യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാരെ കുറിച്ച് നോക്ക്. അവർ കണ്ടിട്ടുള്ളതുപോലെ അടയാളം ആരാ കണ്ടിരിക്കുന്നത്? അവർ ചോദിച്ച ഒരു അടയാളത്തെ കുറിച്ച് നമ്മൾ മത്തായി സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ മേരിക്കുട്ടി ഒന്ന് വായിച്ചേ. കേൾക്കാൻ മേലെ മ്യൂട്ടൊക്കെ എടുക്കാൻ മേരിക്കുട്ടി. മത്തായി 12-ന്റെ 38 മുതൽ 40 വരെ. വായിച്ചേ. പരീശന്മാർ അവന്റെ അരിക്കൽ വന്നിട്ട്, മത്തായി 12-ന്റെ 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ്. കേൾക്കാൻ മേല. പരീശന്മാർ അവന്റെ അരിക്കൽ വന്നിട്ട്, ഗുരു, നീ ഞങ്ങൾക്കൊരു അടയാളം കാണിക്കണം. ഒന്ന് വായിച്ചു നോക്കി ഒന്നൂടെ. ഇപ്പൊ കേൾക്കാം. ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്ത് കാണാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. യഹൂദന്മാർ വന്ന് യേശുവിനോട് പറയാണ്, നീ ഞങ്ങൾക്ക് ഒരു അടയാളം കാണിക്കണം. യഹൂദന്മാർ അടയാളം കണ്ടിട്ടതുപോലെ ലോകത്തിൽ ആരാണ് കണ്ടിരിക്കുന്നത്? യഹൂദന്മാർ കണ്ട അടയാളം ചെങ്കടലിനെ 2ആയി വിഭജിച്ചത് അവർ കണ്ടതാ. പിന്നെ അവർക്ക് അടയാളം വേണം. അതുപോലെ തന്നെ പിന്നെ മാറയിലെ വെള്ളം മധുരമാക്കിയത് അവർ കണ്ടതാണ്. അതേ രഫീദിമിൽ വന്നപ്പോൾ പാറ അടിച്ച് വെള്ളം പുറപ്പെട്ടത് അവർ കണ്ടതാണ്. മരുഭൂമിയിൽ സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിച്ചത് അവർ കണ്ടതാണ്. അത് എന്തുമാത്രം അടയാളമാണോ അവർ കണ്ടിരിക്കുന്നത്? യോർദാൻ നദിയെ 2ആയി പിളർന്നവർ കണ്ടതാണ്. എരിയോ കോട്ട പ്രാർത്ഥിച്ചപ്പോൾ ആർപ്പിട്ടപ്പോൾ ഇടിഞ്ഞു വീഴുന്നത് അവർ കണ്ടതാണ്. ഇന്ന് ലോകത്തിൽ യഹൂദന്മാർ അടയാളം കണ്ടതുപോലെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. അവരിപ്പം കർത്താവിനോട് പറയാണ്, ഗുരു, നീ ഞങ്ങൾക്ക് ഒരു അടയാളം കാണിച്ചു തരണം. അവനെ പരീക്ഷിക്കാൻ തക്കണം വന്നിരിക്കുകയാണ്. നീ ഞങ്ങൾക്ക് ഒരു അടയാളം കാണിച്ചു തരണം. ദോഷവും വ്യഭിചാരമുള്ള തലമുറ അടയാളം അന്വേഷിക്കുന്നു. നിങ്ങൾക്ക് ഇനി ഒരൊറ്റ അടയാളമേ ഉള്ളൂ. അത് യോനയുടെ അടയാളമാണ്. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്ന പോലെ മനുഷ്യപുത്രനും ഇരിക്കേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു മരിക്കും. കർത്താവായ യേശു ക്രിസ്തു അടക്കപ്പെടും. കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. 16-ാം സങ്കീർത്തനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ അവൻ സമ്മതിക്കത്തില്ല. അപ്പോസ്തലനായ പത്രോസ് പെന്തക്കോസ്ത് നാളിൽ എഴുന്നേറ്റ് ഒരു പ്രസംഗം ചെയ്തായി നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ. അതേ
ഒരു വലിയ ഒരു പ്രസംഗമായിരുന്നു അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 16-ാം സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് പത്രോസ് ഒരു പ്രസംഗം ചെയ്തു. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കത്തില്ല. അതുപോലെ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായത്തിൽ 16-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഈ വാക്യം എടുത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. നിന്റെ പരിശുദ്ധനെ അതേ ദ്രവത്വം കാണുവാൻ സമ്മതിക്കയില്ല. ദാവീദ് കർത്താവിന്റെ ഹിതപ്രകാരം മരിച്ചു. പക്ഷെ അവിടെ ഇരിക്കുന്നത് ദാവീദ് മരിച്ചു, അടക്കപ്പെട്ടു, അവന്റെ ശരീരം ദ്രവത്വം കണ്ടു. എന്നാൽ യേശുവിന്റെ ശരീരമുണ്ടല്ലോ, അത് ദ്രവത്വം കാണാത്ത ഒരു ശരീരമാണ്. നമ്മളെ അടക്കി കഴിയുമ്പോൾ അതെ പുഴുക്കൾ നോക്കി നിൽക്കുകയാണ്, നമ്മളെ തിന്നാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. എന്നാൽ പരിശുദ്ധനായ ആ പ്രവചനം എത്ര വാസ്തവമായിരുന്നു. പരിശുദ്ധനായവൻ ഈ ഭൂമിക്കടിയിൽ 3 രാവും 3 പകലും ഇരുന്നപ്പോൾ ദ്രവത്വം കാണാത്ത ഒരു ശരീരമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നത് ആദാമ്യ സൃഷ്ടിയിൽ ഉൾപ്പെട്ട ശരീരമായിരുന്നില്ല. ആദാമ്യ രക്തമല്ല യേശുവിന്റെ ശരീരത്തിൽ കൂടെ ഓടിക്കൊണ്ടിരുന്നത്. നമ്മൾ മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, അവളിൽ നിന്ന് മറിയയിൽ നിന്ന് യേശു ജനിച്ചെന്ന. യേശുവിനെ ജനിപ്പിച്ചതല്ല, യേശു ജനിച്ചതാണ്. അത് ദൈവം പ്രത്യേകമായി ഒരുക്കിയ ഒരു ശരീരമാണ്. നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. നമ്മൾ എബ്രായലേഖനം 9-ാം അധ്യായം 11-ഉം 12-ഉം വാക്യം വായിക്കുമ്പോൾ ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്ത എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആടുകളുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. യേശുവിന്റെ ശരീരം ആദാമ്യ സൃഷ്ടിയിൽ ഉൾപ്പെട്ടതായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പ്രസംഗിച്ചു, യേശുവിന് പാപം ചെയ്യാൻ സാധിക്കുമായിരുന്നു, എന്നാൽ അതിനുവേണ്ടിയാണ് ഉപവാസവും കണ്ണീരോടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത്. എന്തൊരു ബോധത്വമായ പ്രസംഗമാണ്. യേശു പാപരഹിതനാണ്, അവന് പാപം ഉണ്ടായിരുന്നില്ല, പാപം ചെയ്തിട്ടില്ല. പാപം ചെയ്യാൻ ഒക്കാത്ത ഒരു ശരീരമായിരുന്നു, സ്വർഗം ഒരുക്കിയ ഒരു ശരീരമായിരുന്നു. അവന്റെ ശരീരത്തിൽ കൂടെ ഓടിക്കൊണ്ടിരുന്നത് നിർദോഷ രക്തമാണ്, നിഷ്കളങ്ക രക്തമാണ്. യേശുവിന് പാപം ചെയ്യുവാൻ തക്കണം സാധിക്കത്തില്ല. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നുമില്ലായിരുന്നു. ഒരു സ്ത്രീയായിട്ട് സംസാരിക്കുമ്പോൾ ശമര്യക്കാരത്തെ സ്ത്രീ പാത്രവും എടുത്തുകൊണ്ട് വെള്ളം കോരാൻ വന്ന വേളയിൽ യേശുവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ആ സ്ത്രീയോടുള്ള സംസാരം എങ്ങനെയായിരിക്കുന്നു? സുന്ദരിയായ ഒരു സ്ത്രീ, അതും ശമര്യരും യഹൂദ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ്, അതിനെക്കുറിച്ച് ഇപ്പൊ ഞാൻ പറയുന്നില്ല. അതേ ഈ സ്ത്രീ വന്നപ്പോൾ യേശു അവരോട് ചോദിക്കുന്നു, സ്ത്രീയെ എനിക്ക് വെള്ളം കുടിക്കാൻ തരണം. ഉടനെ അവൾ ചോദിക്കുന്നത്, നീ അത് യഹൂദനായിരിക്കെ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നുണ്ട്. കാരണം അവള് നോക്കിയോടുന്ന ഒരു പെന്തക്കോസുകാരനാണ് ഇരിക്കുന്നത്. നീ ഒരു പെന്തക്കോസുകാരനായിരിക്കെ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നുണ്ട്. യേശുവിനെ കണ്ടപ്പോൾ ആദ്യം അവൾ യഹൂദനാണെന്ന് മനസ്സിലാക്കി. അവന്റെ സംസാരം, അവന്റെ വേഷം, അവന്റെ നിലപാട്. യേശു പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ. ഈ സമയത്ത് ശിഷ്യന്മാർ ആഹാരം കൈക്കൊള്ളാൻ പോയിരിക്കുകയാണ്. ആ സമയത്ത് യേശു പറഞ്ഞ വാചകം സ്ത്രീയോട് പറയാണ്, സ്ത്രീയെ നീ ഈ വെള്ളം കുടിക്കുന്നതെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നതിനോ ഒരു നാളും ദാഹിക്കുകയില്ല. അവൾ ആദ്യം വിളിച്ച യഹൂദൻ എന്നാണ്. രണ്ടാമത് പറയാണ് യജമാനനെ. ഒരു പെന്തക്കോസുകാരന്റെ സംസാരം കേൾക്കുമ്പോൾ, നമ്മുടെ ഇടപെടൽ കേൾക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടിയും ഉപ്പിനാൽ രുചി വരുത്തുമായിരിക്കണം. പൊട്ടച്ചെല്ലും കളിവാക്കും പറഞ്ഞ് ഡബിൾ മീനിങ് ഉള്ള അർത്ഥം പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് ജീവിക്കാനുള്ളവനല്ല ഒരു പെന്തക്കോസുകാരൻ. ഈ വെള്ളം കുടിക്കുന്നില്ല പിന്നെയും ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നതിനോ ഒരു നാളും ദാഹിക്കില്ല. ഉടനെ അവൾ വിളിക്കുകയാണ്, യജമാനെ ആ വെള്ളം എനിക്ക് കുടിപ്പാൻ തരണം. ഈ കിണറ് വളരെ ആഴമുള്ളതാണ്. യേശു പറഞ്ഞു, നീ നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് പോവാ. പ്രശ്നം. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. യേശു അവളുടെ ചരിത്രം മൊത്തം അവിടെ വെളിപ്പെടുത്തി. നീ പറഞ്ഞു ശരിയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, എന്നാൽ ഇപ്പൊ ഉള്ളവനോ ഭർത്താവല്ല. അയ്യോ, ഉടനെ അവൾ പറയാണ്, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. നോക്കണമേ, പടിപടിയായി അവിടെ സംസാരം മാറുന്ന കണ്ടോ. 1, നീ ഒരു പെന്തക്കോസുകാരൻ, യഹൂദൻ. 2, യജമാനനെ. 3, നീ ഒരു പ്രവാചകൻ. പിന്നെ അവൾ ആന്യം പറയാൻ തുടങ്ങി, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധിക്കുന്നു എന്ന് പറഞ്ഞു. സ്ത്രീയെ, ഈ മലയിലുമല്ല ആ മലയിലുമല്ല സത്യനമസ്കാരികൾ ആത്മാവിലും സത്യത്തിനും അത്ര ആരാധിക്കുന്നത്. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മസിഹ. അവൾ പാത്രം വെച്ചിട്ട് അവിടെ ഓടി. 4 നിലയിലാണ് യേശുവിനെ അവിടെ കാണുവാനായത്. 1 യഹൂദൻ, 2 യജമാനൻ, 3 പ്രവാചകൻ. 4ാമത് അവൾ പറയാണ്, ഞാൻ മസിഹായെ കണ്ടുമുട്ടി. അവളുടെ ഗ്രാമത്തിൽ ചെന്ന് എല്ലാവരും വിളിച്ചോണ്ട് വരികയാണ്. അവള് മുഖാന്തരം ആ ഗ്രാമം സുവിശേഷം അറിയുവാനും ആ ഗ്രാമത്തിൽ വന്നവരെല്ലാം മസിഹായെ കാണുവാനും ആ ഒറ്റ സ്ത്രീ മുഖാന്തരം
അവരെല്ലാം രക്ഷിക്കപ്പെടുവാൻ ഇടയായി. ഞാൻ പറഞ്ഞു വന്നതിന് താല്പര്യം, യേശുവിന്റെ ശരീരം പാപം ചെയ്യാൻ ഒക്കാത്ത ശരീരമായിരുന്നു. പാപം ഒഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ് നമ്മുടെ കർത്താവ്. പാപികളിൽ നിന്ന് വേർപെട്ടവൻ, നിർദോഷൻ, നിഷ്കളങ്കൻ. ഈ ശരീരം ദ്രവത്വം കണ്ടില്ല. ദൈവത്തിൽ ദാവീദ് മരിച്ചു, അടക്കപ്പെട്ടു, ദ്രവത്വം കണ്ടു. എന്നാൽ യേശുവിന്റെ ശരീരം ദ്രവത്വം കണ്ടില്ല. മോശ കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ. ഈ പോലെ എന്നുള്ള അർത്ഥം വെച്ച് പല വാക്കുകൾ തിരുവനന്തപുരത്ത് നമുക്ക് കാണാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വായിക്കുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത് പോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. ഇവിടെ വായിക്കുന്നു, യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രനെ ഇരിക്കേണ്ടതാകുന്നു. അപ്പോസ്തലർ പ്രവൃത്തി 1:11 വായിക്കുമ്പോൾ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. നിങ്ങൾ വിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത യേശു സ്വർഗത്തിലേക്ക് പോയവനായി കണ്ടതുപോലെ അവൻ വീണ്ടും വരും. ദൈവത്തിന് സ്തോത്രം. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, പ്രിയമുള്ളവരെ, നാം ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുന്നത് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷമാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. ആ പോലെ എന്നുള്ള വാക്കിന് വലിയ അർത്ഥമുണ്ട്. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുന്നു, അവർ കരയിൽ എന്ന പോലെ ചെങ്കടൽ കൂടി കടന്നു. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറയുന്നത് മത്തായി 28:6 പറയുന്നത്, അവൻ പറഞ്ഞതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റു. മോശ കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രനും ഇരിക്കേണ്ടതാകുന്നു. അതാണ് അവർക്ക് കൊടുത്ത അടയാളം. ഇവിടെ വായിക്കുന്ന യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു. അടുത്തത്, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. യവനന്മാർക്ക് എപ്പോഴും പുതിയ പുതിയ ആശയങ്ങൾ കിട്ടാനാണ് അവർ നോക്കുന്നത്. അവർ ജ്ഞാനം അന്വേഷിക്കാൻ നോക്കുന്നു. അതെ, അവർ ജ്ഞാനം അന്വേഷിച്ച ഒരു ഭാഗം കൂടെ വായിച്ച് നമ്മുടെ പ്രസംഗം അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള വാക്യം വായിക്കാം. യോഹന്നാൻ 12:20 മുതൽ 24 വരെ വായിച്ചു. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ടെന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. മക്കളെ, ഇവര് പുതിയ പുതിയ അതേ അറിവുകൾ അന്വേഷിക്കാൻ യഹൂദന്മാർ അടയാളം ചോദിക്കുമ്പോൾ യവനന്മാർ ജ്ഞാനം, പുതിയ പുതിയ ആശയങ്ങൾ കിട്ടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ആ അരയോപ കുന്നിൽ ചെന്നപ്പോ യവനന്മാരുടെ ആ രീതി അനുസരിച്ച് പൗലോസ് അത് സംസാരിച്ചത് അജ്ഞാത ദേവൻ എന്ന് പറഞ്ഞ് അവരുടെ ജ്ഞാനം അനുസരിച്ച്, അവരുടെ അറിവനുസരിച്ച്, പുതിയ പുതിയ അതേ അറിവ് ലഭിക്കാൻ തക്ക ആഗ്രഹിക്കുന്ന അവരുടെ അറിവനുസരിച്ചാണ് അജ്ഞാത ദേവനെ കുറിച്ച് പറഞ്ഞ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒന്നും അവിടെ സംഭവിച്ചില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഇനി ഞാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രമേ പറയത്തുള്ളൂ. ഇന്ന് രാത്രികാലം യവനന്മാർ വന്ന് യേശുവിന് ഒരു ജ്ഞാനം കേൾക്കാൻ വന്നിരിക്കുകയാണ്. അവർ എന്ന് ഫിലിപ്പോസൻ പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ട്. പെരുന്നാളിന് വന്നവരാ പറഞ്ഞ അവർ ചെന്ന് യേശുവിനോട് പറഞ്ഞു, ഇതാ ഒരു കൂട്ടം യവനന്മാർ നിന്നെ കാണാൻ വന്നിരിക്കുന്നു. മഹാനായ സാധു സുന്ദർ സിംഗ് മാരാമൻ കൺവെൻഷന് പ്രസംഗിക്കാൻ വന്നപ്പോൾ താൻ ഒരു വീട്ടിൽ ഇങ്ങനെ താമസിക്കുകയാണ്. ആ താമസിക്കുന്ന സമയത്ത് ഒരു കൂട്ടം പൂജാരികൾ സുന്ദർ സിംഗിനെ കാണാൻ തക്കവണ്ണം കടന്നു വന്നു. താൻ അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഭയമാണ് ചെന്ന് പറയാൻ. അവരിൽ ഒരാൾ ചെന്ന് പറഞ്ഞു, ഒരു കൂട്ടം പൂജാരികൾ നിന്നെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ എനിക്ക് വരാനൊക്കത്തില്ല, ഞാൻ എൻ്റെ യേശുവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇറങ്ങി വരാം. 2-3 മണിക്കൂർ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അതുവരെ ഈ പൂജാരികൾ നട്ടുച്ച വെയിലത്ത് അവിടെ ഇങ്ങനെ കൂപ്പുകയിലൂടെ നിൽക്കുകയാണ് പുതുതായിട്ട് വന്ന പൂജാരിയെ കാണാൻ. സുന്ദർ സിംഗ് ഇറങ്ങി വന്നപ്പോൾ അവർ തൊഴുതു. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ എന്തിനാണ് എന്നെ കാണാൻ വന്നത്? എന്നെ ഇങ്ങനെ ആക്കിയവനെ ഒന്ന് കണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. ഇന്ന് രാത്രികാലം ദൈവമക്കളെ, നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെയാണ് ലോകം കാണേണ്ടത്. നമ്മൾ കൂടെ യേശുവിനെ കാണുവാൻ തക്കൊണ്ണം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സാധു സുന്ദർ സിംഗ് ജപ്പാനിൽ കടന്നുപോയ സന്ദർഭത്തിൽ ഒരു സ്കൂളിലേക്ക് അവിടുത്തെ ഒരു മീറ്റിങ്ങിന് സംബന്ധിക്കാൻ കടന്നുപോയപ്പോഴേയും കുട്ടികൾ ഓടി ചെന്ന് ടീച്ചറിനോട് പറഞ്ഞത്, ടീച്ചറേ, ആണ്ട് യേശു വരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. തന്നെ കാണുന്നവര്
യേശുവിനെ കാണുന്ന പോലെയായിരുന്നു. താൻ ലണ്ടനിൽ ഒരു വീട്ടിൽ ചെന്ന് താമസിക്കുമ്പോൾ അവിടെ 7 വയസ്സുള്ള ഒരു ബാലിക സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഈ സുന്ദർ സിംഗുമായിട്ട് അല്പസമയം ഒന്ന് വർത്താനം പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ സുന്ദർ സിംഗിനെ എപ്പം ചെന്ന് നോക്കിയാലും മുഴങ്കാലിന് ഇന്ന് പ്രാർത്ഥിക്കുന്നതാണ് കാണുന്നത്. ആ കുട്ടി ഒരു തീരുമാനമെടുത്തു, ഇന്ന് എന്ത് വന്നാലും സുന്ദർ സിംഗുമായിട്ട് ഞാൻ വർത്താനം പറഞ്ഞിട്ടുള്ളൂ, ഈ അപ്പച്ചനുമായിട്ട് ഒന്ന് വർത്താനം പറഞ്ഞിട്ടുള്ളൂ. അവൾ പെട്ടെന്ന് സ്കൂൾ വിട്ട് വന്നിട്ട് ഉടൻ ചെന്ന് സുന്ദർ സിംഗിന്റെ റൂമിലേക്കാണ് നോക്കിയത്. സുന്ദർ സിംഗ് അവിടെ ഇല്ല. അവൾ ഞാൻ അമ്മയോട് പറഞ്ഞെന്താണെന്നറിയാമോ? അമ്മേ, യേശു ഇവിടുന്ന് പോയി, യേശു ഇവിടുന്ന് പോയി. നിന്നെ കാണുന്നവർ യേശുവിനെ പോലെ കാണുവാൻ. ഇന്നത്തെ ആൾക്കാർ ഇങ്ങനെയാന്ന് പറഞ്ഞേനെ, ഭൂതം ഇവിടുന്ന് പോയെന്ന് പറഞ്ഞേനെ. എന്നാൽ ഇവിടെ പറയുന്നത് യേശു ഇവിടെ നിന്ന് പോയി. നമ്മളെ കാണുന്നവർ അത് യേശുവിനെ കാണാനിടയാകണം. യേശുവിനെ കാണാൻ യവനന്മാർ വന്നിരിക്കുകയാണ്. യേശു അവരുടെ ജ്ഞാനം അനുസരിച്ചാണ് അവർക്ക് മറുപടി കൊടുത്തത്. എന്താണെന്നറിയാമോ? അതേ, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടാൻ പോകുന്നു. അടുത്ത് പറഞ്ഞത്, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും. സയൻസ് പരമായിട്ടാണ് സംസാരിച്ചത്. കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും. അത് ചത്തുവെങ്കിലോ വളരെ വെള്ളമുണ്ടാകും. ആ കോതമ്പണി ആരാന്നറിയാമോ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കോതമ്പണിയാണ് കർത്താവായ യേശു ക്രിസ്തു. അത് ഈ ഭൂമിയിലേക്ക് വന്നു. അത് നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. യേശു വന്നിട്ട് വരവ് കൊണ്ട് ഒരു പ്രയോജനമില്ല. അത് നിലത്ത് വീണ് ചാകുന്നെങ്കിൽ വളരെ വിളവുണ്ടാകും. കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് വലിയ വിളവുണ്ടായി. ഇന്ന് ലോകത്തെ അനേകർ കർത്താവിനെ കണ്ടുമുട്ടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇന്ന് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ദിവസമാണല്ലോ. അതോടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. യഹൂദന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, യവനന്മാർ അടയാളം ചോദിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോധത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നമ്മൾ മത്തായി സുവിശേഷം 20 റോമാലേഖനം 1:5 എളുപ്പം ബാക്കി മാത്രം വായിച്ചു വിടുന്നുള്ളൂ. എന്താ നമുക്ക് ഗുണമുണ്ടായത്? റോമർ 1:5 വായിച്ചു. സംബന്ധിച്ച് ദാവീദിന്റെ സന്താനം ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദേവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാണല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പസ്തലത്വവും പ്രാപിച്ചത്. 1 റോമർ 1:5 യേശു ക്രിസ്തു ജഡം സംബന്ധിച്ച് ദാവീദിന്റെ പുത്രനായി ജനിച്ച് ഉയർത്തെഴുന്നേറ്റതിനാൽ ദൈവത്തിന്റെ പുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിന് പുത്രൻ എന്ന് കൂട്ടി 4 പേരുകളുണ്ട്. 1 അബ്രഹാമിന്റെ പുത്രൻ, 2 ദാവീദിന്റെ പുത്രൻ, 3 മനുഷ്യപുത്രൻ, 4 ദൈവപുത്രൻ. അവൻ അബ്രഹാമിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ ഫലസ്തീനാരുടെ അവകാശിയാണ്. അവൻ ദാവീദിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ ദാവീദിന്റെ സിംഹാസനത്തിന്റെ അവകാശിയാണ്. അവൻ മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ ആദാമ്യ ഗോളത്തിന് അവകാശിയാണ്. അവൻ ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ സ്വർഗങ്ങൾക്ക് അവകാശിയാണ്. ഇവിടെ പറയാണ്, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുക, അവൻ ദൈവത്തിന്റെ പുത്രൻ ശക്തിയോടെ അത് നിർണയിക്കപ്പെട്ടു. 2 റോമാലേഖനം 4-ാം 24-25 വായിച്ചേ. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന മതി. നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചു. നമ്മളെ നീതീകരിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. 1 അവൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് നിർണയിക്കപ്പെട്ടു. 2 നമുക്ക് നീതീകരണം ലഭിച്ചു. നമ്മളെ നീതിയായി കണക്കിട്ടു. യേശുവിന്റെ ഉയർപ്പുകൊണ്ട് നീതീകരണം നമുക്ക് ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. യോശുവ പുരോഹിതൻ ദൈവത്തിന്റെ ആലയത്തിൽ മുഷിഞ്ഞ വസ്ത്രമായി ചെന്നില്ലേ? അപ്പൊ സാത്താൻ ചെന്നു. അപ്പോൾ ദൈവം ഒരു ചോദ്യം ചോദിച്ചു, സാത്താനെ, യഹോവ നിന്നെ സ്പർശിക്കുന്നു, നീ എന്തിനാണ് ഇവിടെ വന്നത്? സാത്താൻ ചൂണ്ടിക്കാണിച്ചെന്നറിയാമോ? നീ യോശുവ പുരോഹിതൻ നോക്ക്. അതേ, പുരോഹിതന്മാർ വസ്ത്രം മുഷിയാൻ പാടില്ല. ഇന്ന് നിന്റെ പുരോഹിതൻ പ്രതിനിധി ഈ ആലയത്തിൽ വന്നിരിക്കുന്ന മുഷിഞ്ഞ വസ്ത്രം കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത്. പുള്ളിക്ക് പിശാചിന് ബൈബിൾ നല്ലോണം അറിയാം. മഹാപുരോഹിതൻ മുഷിഞ്ഞ വസ്ത്രം ധരിക്കാൻ പാടില്ല. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നപ്പോൾ സാത്താൻ കുറ്റം പറയാൻ കടന്നു ചെന്നു. നമ്മളുള്ളാണെങ്കിൽ ഉടനെ അവനെ ശാസിച്ചേനെ. എന്നാൽ ദൈവം എന്താ പറഞ്ഞത്? അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ. ആ നീതീകരണം നിങ്ങൾ നോക്കണമേ. അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ. തീയിൽ നിന്ന് ഒരാൾ വലിച്ചെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പുകയുടെ മണം വസ്ത്രത്തിൽ വീഴും. അതുപോലെ വന്നവനാണ് അവൻ. നമ്മളെ നീതീകരിക്കുന്ന ദൈവം. മാർട്ടിൻ ലൂതർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്റെ മുമ്പിൽ താൻ ചെയ്ത പാപങ്ങളെല്ലാം വെളിപ്പെട്ടൊരു ബോർഡ് കണ്ടു. അത് അദ്ദേഹം പറഞ്ഞു, ദൈവമേ, ഈ പാപമെല്ലാം എന്നോട് ക്ഷമിച്ചെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ ഈ ബ്ലാക്ക് ബോർഡിൽ എന്റെ പാപങ്ങളെല്ലാം കാണുന്നല്ലോ. ആ ബോർഡിൽ ഒരു തുള്ളി രക്തം വീണ് കഴിഞ്ഞപ്പോൾ അത് മുഴുവൻ മാഞ്ഞുപോയി.
നമ്മളെ നീതീകരിക്കുന്ന ദൈവം. സാത്താൻ പലപ്പോഴും നമ്മുടെ പാപങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് വരുമ്പോൾ അവിടെയെല്ലാം നമ്മളെ നീതീകരിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. 1 പത്രോസ് 3:21 വാക്യം വായിച്ചു. 1 പത്രോസ് 3:21. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മയും രക്ഷിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമുക്ക് രക്ഷ കിട്ടി ദൈവമക്കളെ. യേശു ഉയർത്തെഴുന്നേറ്റോണ്ട് നമ്മുടെ ഗുണം, നമ്മൾ രക്ഷ കിട്ടി. രക്ഷയ്ക്ക് 3 വശമുണ്ട്. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കൂ, രക്ഷിക്കപ്പെടും. നമുക്ക് രക്ഷ കിട്ടി. ഭാവിയിൽ നാം രക്ഷിക്കപ്പെടും. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഇനിയും വരുമ്പോഴും രക്ഷിതാവായിട്ടാണ് വരുന്നത്. അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. റോമാലേഖനം 14:9. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനാണ് അവൻ ഉയർത്തെഴുന്നേറ്റത്. അന്ന് സകലതയും മുഴങ്കാൽ മടങ്ങുന്ന ഒരു സന്ദർഭമുണ്ട്. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നതിനും അവർ കർത്താവായി തീരുവാനിടയായി. 1 കൊരിന്ത്യർ 15:12-13 ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 15:12-13. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന്. അതേ ഈസ്റ്റർ ദിവസമാണല്ലോ. യേശു ഉയർത്തെഴുന്നേറ്റതിനാൽ എന്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. സമയം പോയി. 6-ാമത്തെ വിഷയം അപ്പോസ്തലപ്രവൃത്തി 17:31. അപ്പോസ്തലപ്രവൃത്തി 17:31. ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അങ്ങനെയല്ല, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം. അങ്ങനല്ലേ? താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയും ഇരിക്കുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ ഈ ലോകത്തിന് ഒരു ന്യായവിധി ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് മനുഷ്യൻ അങ്ങനൊന്നും ഇല്ലെന്ന് വിചാരിച്ച് യാത്ര ചെയ്യുമ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ഉറപ്പെന്ന് പറയുന്നത് യേശു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ അതിന്റെ ഉറപ്പ് ലഭിക്കത്തില്ലായിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റതിനാൽ ഈ ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ ഈസ്റ്റർ ദിനത്തിൽ യേശു അതേ ദൈവോത്തരനെന്ന് ശക്തിയോടെ തന്റെ ഉയർപ്പ് മൂലം തെളിയിച്ചു. 2, നമുക്ക് നീതീകരണം ലഭിച്ചു. 3, നമുക്ക് രക്ഷ ലഭിച്ചു. 4, മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവായി. 5, നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നുള്ള ഉറപ്പ് കിട്ടി. 6, ഈ ലോകത്തിന് ഒരു ന്യായവിധി ഉണ്ടെന്നുള്ള ഉറപ്പ് ലഭിച്ചു. മത്തായി 28:6 നമ്മൾ വായിക്കുന്നത് അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവേറ്റോടത്തിരിക്കുക. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തോടും ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൻ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. നമ്മൾ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചോടുകയും എനിക്ക് സമയം അനുവദിച്ചു വന്ന